ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്കാനായിട്ട് തലേ ദിവസം ഞാൻ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് വേവിക്കാൻ നമ്മൾ അന്ന് വാങ്ങിയിട്ട് വന്ന കലമില്ലേ അതിലാട്ട് വയ്ക്കണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മുട്ടയും പയറും വെള്ളപ്പയറും ഒക്കെ ഈ കലത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവിട്ടു. അപ്പോൾ നമ്മളിങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്നാവും, നമ്മുടെ ഗ്യാസ് ലാഭം അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. അതിനേക്കാളും വേഗത്തിൽ തന്നെ ഈ മൺചട്ടിയിൽ വയ്ക്കുമ്പോഴും ആവും. പക്ഷെ നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം. കുതിർക്കാതെ വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈം എടുക്കും. പക്ഷേ കുതിർത്തി വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കണം അത്ര തന്നെ സമയം വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കറക്റ്റ് ഒരു അളവിന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് തോരനൊക്കെ വയ്ക്കാനാണെങ്കിൽ നന്നായിട്ട് ഉലർന്ന പാകത്തിന് കിട്ടും കേട്ടോ, ഒട്ടും തന്നെ വെള്ളമില്ലാതെ. അങ്ങനെയും നമുക്ക് ഈ മൺചട്ടിയിൽ വേവിക്കുമ്പോൾ കിട്ടും. ഒട്ടും തന്നെ വെള്ളം അധികമായി പോകുമെന്ന് പേടിക്കേണ്ട. നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണല്ലോ, ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പാകത്തിന് കിട്ടും. നല്ല ടേസ്റ്റും ആട്ടോ ഇങ്ങനെ വേവിക്കുമ്പോൾ, കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റുമാണ്. അപ്പോൾ ചെറുപയറൊക്കെ വെന്ത് ഞാൻ ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചത് മെഴുക്ക് വരട്ടി പോലെ, പുട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ചാറോട് കൂടിയാട്ടോ എടുത്തത്. കുറച്ച് ചാറ് വേണമല്ലോ പുട്ടിൻ്റെ കൂടെ കഴിക്കാനല്ലേ. പിന്നെ പപ്പടം ഉണ്ടായി. അപ്പോൾ പുട്ടും പയറും പപ്പടവും ഒക്കെ ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിൽ വന്നതാട്ടോ. ഇപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക പറിക്കാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അങ്ങനെയുള്ള താഴെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിലേക്ക് വന്നത്. നല്ല വെയിലായിട്ടോ അപ്പോഴത്തേനും. അപ്പോൾ ഞാനിത് അവിടെ ഇവിടെയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായി ഇന്നലെ വൈകുന്നേരം. ഞാൻ ആ ചെടികൾ വീണ്ടും നട്ടു വെച്ചായിരുന്നു കേട്ടോ, എലി മാന്തി കളഞ്ഞ ചെടികൾ. അതിനകത്ത് ഇപ്പോൾ കയറി വരുമ്പോൾ നോക്കുമ്പോൾ 2 എണ്ണം വീണ്ടും മാന്തിയിട്ടേക്കാണ്. ഇനി എൻ്റെ കയ്യിൽ കവറില്ല, ഞാനത് ഉപേക്ഷിച്ചു. അപ്പോഴത്തേനും ഈ വെയിൽ കൊണ്ട് അതൊക്കെ വാടിയും കിടക്കാട്ടോ. ഇനി പോയതൊക്കെ പൊക്കോട്ടെ, കിട്ടിയത് നട്ടിട്ടുണ്ട്, അത് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ച് അത് വിട്ടു. ഞാനും എലികളും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇങ്ങനെ തന്നെയാട്ടെ എപ്പോഴും, കിട്ടണതൊക്കെ വളർന്നു വരും, കിട്ടാത്തതൊക്കെ പോകും. ആ സമയമാകുമ്പോൾ സങ്കടം ഉണ്ടാവും, പിന്നെയും നമ്മൾ പുതിയ ചെടിയാകുമ്പോൾ വീണ്ടും കൊണ്ടുവരും. ഇതൊക്കെ തന്നെയാണ് പണി. അങ്ങനെ കിട്ടിയ കോവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേരയുടെ ഇടയിലേക്ക് ഈ കോവലിൻ്റെ തണ്ട് കയറിപ്പോയിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കും. നമ്മൾ ഇതെല്ലാം പച്ചപ്പായതുകൊണ്ട് കാണൂല. അപ്പോൾ ചിലതൊക്കെ അങ്ങനെ പഴുത്ത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് 2 ടൈപ്പ് കോവയ്ക്കുണ്ട്. അപ്പോൾ ഇത്രയും കോവയ്ക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കോവയ്ക്ക വെച്ചിട്ടൊരു അവിയൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കോവയ്ക്ക അവിയലിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകും ചുവന്നുള്ളിയും ചതച്ചിട്ട് കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സ്വല്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. കൈവച്ച് തന്നെ തിരുമണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തിരുമണം കേട്ടോ, ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പാകത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി തളിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് ഇങ്ങനെ കോവയ്ക്ക മാത്രം വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കണം. പിന്നെ അതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങയും വേപ്പിലയും ജീരകവും ഉള്ളിയും ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു നുള്ളു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്തിട്ട് അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഈ മുളക് പൊടി നമ്മൾ ചേർക്കണത് എരിവിനല്ല കേട്ടോ, എരിവിന് നമ്മൾ പച്ചമുളക് തന്നെയാണ് ചേർക്കണത്. ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ചതച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചതച്ചരപ്പ് ഇതിലേക്ക് ഇടാം. അപ്പോൾ തൈരാണെങ്കിൽ ഈ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തൈരല്ല, മോരായിട്ടാണ്. അപ്പോൾ ഞാനതുകൊണ്ട് തേങ്ങയുടെ കൂടെ ഇട്ടിട്ടില്ല. ഇനി ഈ തേങ്ങ അരപ്പും കൂടി നന്നായിട്ടൊന്ന് ആവി കയറി വെന്ത് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോവയ്ക്കയിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് തട്ടിപ്പൊത്തി മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ആവി കയറി അരപ്പും വെന്തിട്ടുണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറി നല്ല ഒരു രാവിലെ കുട്ടികൾക്ക് ചോറിനൊക്കെ കൊടുത്തു വിടാനും നല്ലതാട്ടോ. അപ്പോൾ ഞാനിത് ചില ദിവസം ഇങ്ങനെ കോവയ്ക്ക കുറച്ചൊക്കെ കിട്ടുമ്പോൾ ഞാൻ രാത്രി തന്നെ അരിഞ്ഞു വെച്ചിട്ട് രാവിലെ അവർ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞ് അവിയൽ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അവർക്ക് ചോറിന് കൊടുത്തുവിടാൻ അവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റ് ഈ അവിയലിന്.
അങ്ങനെ മോരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വേപ്പിലയും വെളിച്ചെണ്ണയും കൂടി തൂവിയിട്ട് വീണ്ടും മൂടി വയ്ക്കാം. ഒന്നുകൂടി ആവി കയറുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേനും നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. ഇത് നല്ലൊരു വാസനയായിരിക്കും കേട്ടോ ഇത് ഇളക്കി കൂട്ടുമ്പോൾ. അത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. ഞാൻ പിന്നെ ഇന്ന് മീനും വാങ്ങിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മീൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കി എന്നാൽ രാത്രി ആകുമ്പോഴത്തേനും ആവശ്യം വരും. അപ്പോൾ പിന്നെ അത് ക്ലീനാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയി മീനൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്നു. പിന്നെ അത് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ജോലികളൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാനൊരു കാപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ട് കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ കുറച്ച് സ്നാക്സൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ മുറുക്ക്, കപ്പ വറുത്തതൊക്കെ പലഹാര പാത്രത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരതൊക്കെ ആയിട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കാപ്പി ഇട്ടിട്ട് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് മഴയൊന്നും വന്നിട്ടില്ല കേട്ടോ. രാവിലെ ഒന്ന് പെയ്തതിന് ശേഷം പിന്നെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.